നമസ്കാരം. 38 വർഷം മലയാള സിനിമയിൽ നിത്യഹരിത നായകനായി തിളങ്ങിയ അബ്ദുൾ ഖാദർ എന്ന പ്രേം നസീർ 1929 ഡിസംബർ 26 എ ഷാഹുൽ ഹമീദിൻ്റെയും അസുമ ബീവിയുടെയും മകനായി ചിറയൻകീഴിലെ ആക്കോട് കുടുംബത്തിൽ ജനിച്ചു. സുലേഖയും അബ്ദുൾ വഹാബ് അഥവാ നടനായ പ്രേം നവാസുമാണ് സഹോദരങ്ങൾ. ചങ്ങനാശ്ശേരി SB കോളേജിൽ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുമ്പോഴേ നല്ല നടനെന്ന പേര് നേടി. 1951 മെയ്യിലാണ് നസീർ സിനിമ അഭിനയം തുടങ്ങുന്നത്. സത്യൻ്റെ കൂടെ ത്യാഗസീമയിൽ പക്ഷേ ഈ ചിത്രം പകുതിയായപ്പോൾ മുടങ്ങി. SK ആചാരി സംവിധാനം ചെയ്ത പോൾ കല്ലിങ്കലിൻ്റെ മരുമകളാണ് ആദ്യ ചിത്രമെങ്കിലും പ്രശസ്തനാവുന്നത് കുഞ്ചാക്കോയും കോശിയും ചേർന്ന് നിർമ്മിച്ച വിശപ്പിൻ്റെ വിളിയിലൂടെയാണ്. ഇതിൽ അഭിനയിക്കുമ്പോഴാണ് തെക്കുറിശി സുകുമാരൻ നായർ അബ്ദുൾ ഖാദറിന് പ്രേം നസീർ എന്ന പേരിട്ടത്. ഈ ചിത്രം ഹിറ്റായി. ആ വർഷം തന്നെ നസീറിൻ്റെ മൂന്നാമത്തെ ചിത്രവും ഇറങ്ങി, അതായത് അച്ഛൻ. തുടർന്ന് അവൻ വരുന്നു, കിടപ്പാടം, പാടാത്ത പൈങ്കിളി, പൊൻകതിർ, അവകാശി, അവരുണരുന്നു എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഈ അവസരത്തിലാണ് പ്രേം നസീർ തമിഴിൽ ചേക്കേറിയത്. തൈ പിറന്നാൾ വഴിപിറക്കുമെന്ന ആദ്യ ചിത്രത്തോടെ നസീറിന് തമിഴ് ചലച്ചിത്ര രംഗത്ത് ധാരാളം അവസരം ലഭിച്ചു. മൊത്തം 32 തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1960 വരെ തുടർച്ചയായി തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു. ഉദയയുടെ സീത, ഉണ്ണിയാർച്ച എന്നീ ചിത്രങ്ങളിലൂടെ മലയാളത്തിൽ വീണ്ടും എത്തി. ഉദയ, മെറിലാൻഡ് തുടങ്ങിയ ബാനറിന് പുറമെ മറ്റ് നിർമ്മാതാക്കളുടെയും ചിത്രങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി. നിണമണിഞ്ഞ കാൽപ്പാടുകളിലാണ് നസീർ ഷീല ജോഡി ആദ്യമായി ഒന്നിക്കുന്നത്. ഈ ജോഡികളുടെ 107 ചിത്രങ്ങൾ പുറത്തു വന്നു. പ്രേക്ഷകരുടെ ഹരമായിരുന്നു ഈ താരജോഡികൾ. ഷീല കഴിഞ്ഞാൽ നസീറിൻ്റെ നായികയെ ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് ജയഭാരതിയാണ്. 1969 വല്ലാത്ത പകയനിലൂടെയാണ് നസീറും ജയഭാരതിയും ഒന്നിച്ചത്. 67 ചിത്രങ്ങളിൽ ഇവർ ഒന്നിച്ചഭിനയിച്ചു. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ജോഡിയായിരുന്നു നസീർ വിജയശ്രീ ടീം. ഇവരുടെ ലങ്കാദഹനം, പത്മവ്യൂഹം, പഞ്ചവടി, പോസ്റ്റ്മാനെ കാണാനില്ല, പൊന്നാപുരം കോട്ട, മന്ത്രകോടി തുടങ്ങിയ മിക്ക ചിത്രങ്ങളും ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര കോമളം, BS സരോജകുമാരി, തങ്കം, ശാരദ, കുശലകുമാരി, ലളിത, പത്മിനി, രാഗിണി, അംബിക, KR വിജയ, ശ്രീവിദ്യ, ശ്രീദേവി, ലക്ഷ്മി, വിധുബാല, ഭവാനി, നന്ദിത ബോസ്, മാധവി എന്നിങ്ങനെ പോകുന്നു ആ നായികമാർ. ശശികുമാർ 80ഓളം ചിത്രങ്ങൾ നസീറിനെ നായകനാക്കി സംവിധാനം ചെയ്തിട്ടുണ്ട്. ഉദയ സ്റ്റുഡിയോ 50ഓളം ചിത്രങ്ങൾ നസീറിനെ നായകനാക്കി നിർമ്മിച്ചു. 25 ചിത്രങ്ങളിൽ നസീർ ഡബിൾ റോളിൽ അഭിനയിച്ചു. ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മിക്ക ഹിറ്റ് ഗാനങ്ങളും പ്രേം നസീറിന് വേണ്ടി പാടിയിട്ടുള്ളതാണ്. 1985 പത്മഭൂഷൺ ബഹുമതി ലഭിച്ചു. 1988 ജനുവരി 16 മദ്രാസിലായിരുന്നു 650 ചിത്രങ്ങൾ നായകനായ പ്രേം നസീറിൻ്റെ അന്ത്യം. ഭാര്യ ഹബീബ, മക്കൾ ലൈല, റസിയ, ചലച്ചിത്ര നടനായ ഷാനവാസ്, റീത്ത എന്നിവരാണ്. ഏതായാലും ഈ നടനോടുള്ള സ്മരണ മലയാള ചലച്ചിത്രം നിലനിൽക്കുന്ന കാലത്തോളം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.